അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എസ്.സി വിഭാഗത്തിലെ കോമൺ അറബിക് പേപ്പറാണ് അശ്ശുറൂഖ് എന്ന് പറയുന്ന പുസ്തകം. അതിൽ ഒന്നാമത്തെ അധ്യായമാണ് ആയാത്തുൽ കൗൻ. ആയാത്തുൽ കൗൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹുവെ കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ച് അറിയാനും ഒക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇവിടെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ വിശ്വാസിയും അവിശ്വാസിയുമായ ആളുകൾക്ക് ഏകനായ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വഴികളാണ് ഈ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് വളരെ വലുതാണ്. അതുപോലെയുള്ള സൃഷ്ടിപ്പ് ലോകത്തെ ഒരു സൃഷ്ടികൾക്കും ഒരു വസ്തുവിനും കഴിയുകയില്ല. ഓക്കെ, ആയാത്തുൽ കൗൻ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം എന്ന് പറയുന്ന സൂറത്തുണ്ട്. ഖുർആനിലെ 30-ാമത്തെ അധ്യായമാണ് സൂറത്തുർ റൂം. ആ റൂമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏതാനും ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഖുർആനിൻ്റെ വിശാലമായ ആശയങ്ങളിലേക്കും അള്ളാഹുവിടെ സംവിധാനിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ കഴിവിനെയും ഖുദ്റത്തിനെയൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ആയത്തുകളിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ തുറാബിൻ വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ ثم إذا أنتم بشر تنتشرون. വമിൻ ആയാതിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ളതെന്നാണ്. ആയാത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖക്കും, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നാണ്. അൻ ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത്. മിൻ തുറാബിൻ മണ്ണിൽ നിന്ന്. സുമ്മ പിന്നീട് ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ പിന്നീട് നിങ്ങൾ പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചു. പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ പരന്നു പോയി അല്ലേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. പിന്നീട് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. ആ ആദമും ഹവ്വ എന്ന് പറയുന്ന മഹദിയും അവരുടെ സന്താന പരമ്പരകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അതാണ് ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ, നിങ്ങൾ മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രസരിക്കുകയുണ്ടായി, വ്യാപിക്കുക എന്നൊക്കെയാണ് തൻതശിറൂൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. വമിൻ ആയാതിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖലകും നിങ്ങൾക്കായി സൃഷ്ടിച്ചു എന്നുള്ളത്. ഇവിടെ ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഖലഖലക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളത്. മിൻ അൻഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ. അസ്വാജൻ ഇണകളെ അല്ലേ. മനുഷ്യൻ്റെ അതേ ഇണകൾ എന്ന് പറയുമ്പോൾ സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം. ഭാര്യയ്ക്കും ഭർത്താവിനും ഇണ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സൗജി എന്ന പദം പുരുഷനും അതുപോലെ സ്ത്രീക്കും പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകളെ സൃഷ്ടിച്ചു. എന്തിനാണ് അള്ളാഹു
നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഹവ്വാ ബീവിയുടെ സൃഷ്ടിപ്പ് നടക്കുന്നത്. അതാണ് അംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത്. അസ്വാജൻ, ഇണകളെ സൃഷ്ടിച്ചു. ലിതസ്കുനു ഇലൈഹ, ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് ശാന്തി തേടി ചെല്ലാൻ വേണ്ടി. അള്ളാഹു ഈ ലോകത്ത് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പരം ശാന്തമായ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ പ്രയാസങ്ങൾ, അധ്വാനിക്കാൻ പോകുന്ന മനുഷ്യൻ വൈകുന്നേരം അവൻ്റെ ഇണയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് സമാധാനമുണ്ടാകുന്നു. അതുവരെ അനുഭവിച്ച പ്രയാസങ്ങളെ അവർ മറന്നു പോകുന്നു. അതാണ് ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനത്തിന് വേണ്ടി. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തത എന്നൊക്കെ അർത്ഥം. സക്കീനത്ത് എന്നൊക്കെ പറയും. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു മവദ്ദത്ത്, സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തീർത്തു. മനുഷ്യർക്കിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു സൃഷ്ടിച്ചു. അതായത് ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിലനിൽക്കുന്നില്ലെങ്കിൽ അവരിലേക്ക് ശാന്തി തേടി ചെല്ലാനോ സ്നേഹസമ്പൂർണമായ ഒരു ജീവിതം അവർക്ക് കാഴ്ചവെക്കാനോ സാധ്യമല്ല. അപ്പോൾ അള്ളാഹു ആണ് ഇണകൾക്കിടയിൽ സ്നേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ഇന്ന ഫീ ദാലിക, നിശ്ചയം ഇതിലുണ്ട്, ഇങ്ങനെ ഇണകളെ സൃഷ്ടിച്ചു എന്നതും അതിൽ നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും സൃഷ്ടിച്ചു എന്നതിലുണ്ട് ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമിൻ യതഫക്കറൂൻ, തഫക്കറ എന്ന് പറഞ്ഞ ചിന്തിക്കുക എന്നാണ്. ഖൗമി യതഫക്കറൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന സമുദായങ്ങൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. മൂന്നാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്ന ദൃഷ്ടാന്തമാണ് വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയെ, അർദ് എന്ന് പറഞ്ഞാൽ ഭൂമി, സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ ഭാഷകളെ വിവിധങ്ങളാക്കി എന്നുള്ളതും. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമാക്കുക, വ്യത്യസ്ത ഭാഷകൾ. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം ആദമിൻ്റെയും ഹവ്വയുടെയും സന്താന പരമ്പരകളാണ്. എന്നിട്ട് പോലും അവർക്കിടയിൽ ലക്ഷക്കണക്കിന് ഭാഷകൾ നിലനിൽക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വ അൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങൾ വൈവിധ്യമാക്കി എന്നുള്ളതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ, ലോകർക്ക് ഇതിലൊരുപാട് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന, നിശ്ചയം, ഫീ ദാലിക, ഇതിലുണ്ട്, ലആയാതിൻ, നിശ്ചയം, ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിൽ ആലമീൻ, ലോകർക്ക്. ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകർ, ലോക ജനത എന്നൊക്കെ അർത്ഥം. അടുത്തൊരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത് വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈൽ, രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നു എന്നുള്ളത് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. വന്നഹാരി, പകലിലും, രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തമാണ്. മനാമുക്കും ബില്ലൈൽ, രാത്രിയിലെ നിങ്ങൾ ഉറക്കവും, വന്നഹാരി, പകലിൻ്റെ സൃഷ്ടിപ്പും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഫളൽ ആഗ്രഹിച്ചുകൊണ്ട് തേടിപ്പോകുന്നു. ഇതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ, കേൾക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഓക്കെ, രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം നടത്തുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഒമിൻ ആയാതിഹി,
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് യുരീക്കുമുൽ ബർഖ. ബർക്ക് എന്ന് പറഞ്ഞാൽ വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് യുരീക്കുമുൽ ബർഖ, ബർക്കിനെ നിങ്ങൾക്ക് കാണിക്കുന്നു എന്നത്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നലാണ്. ഇടിമിന്നലിന്റെ ആ മിന്നൽ പ്രകാശത്തിനാണ് ബർക്ക് എന്ന് പറയാം. ബർക്ക് നിങ്ങൾക്ക് കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തുണ്ടാകുന്ന മിന്നൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ഖൗഫൻ വ തമഅൻ, മിന്നൽ വരുമ്പോൾ ഖൗഫ് ഉണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു, മരണത്തെ ഭയക്കുന്നു. വ തമഅൻ, ആഗ്രഹമുണ്ടാകുന്നു, മിന്നൽ വരുമ്പോൾ മഴ വരുമെന്ന പ്രതീക്ഷയുണ്ടാകുന്നു. വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ ഒരു സന്ധ്യാസമയത്ത് ഇടിമിന്നൽ വരുമ്പോൾ നമ്മൾ മഴയെ പ്രതീക്ഷിക്കുന്നു, മഴയെ ആഗ്രഹിക്കുന്നു. അതാണ് തമഅ, ആഗ്രഹം. വയുനസ്സിലു മിനസ് സമാഇ, ആകാശത്തിൽ നിന്ന് അള്ളാഹു വർഷിപ്പിക്കുന്നു മാഅൻ, വെള്ളത്തിന്. ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ, മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് മരണത്തിന് ശേഷം ഭൂമിയെ അള്ളാഹു ഈ മഴ മൂലം ജീവിപ്പിക്കുന്നു. ഫയുഹീ, അള്ളാഹു ജീവിപ്പിക്കുന്നു, ബിഹി, മഴ കാരണം, അൽ അർള, ഭൂമിയെ, ബഅദ മൗതിഹ, ഭൂമി നശിച്ചതിന് ശേഷം. വരണ്ട് കിടക്കുന്ന കായ്കനികളോ സസ്യലതാദികളൊന്നും ഇല്ലാത്ത വളരെ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ ഫലഭൂയിഷ്ടമായ ഭൂമിയായിട്ട് മാറുന്നു, പച്ചപ്പ് നിറയുന്നു. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്. അഖല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. യാഖില്, ഖൗമി യഅഖിലൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ജനതകൾ ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. വമിൻ ആയാതിഹി അൻ തഖൂമസ് സമാഉ വൽ അർളു ബിഅംരിഹി, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ തഖൂമസ് സമാഉ വൽ അർളു, ആകാശവും ഭൂമിയും നിലനിൽക്കുന്നു എന്നുള്ളത്. ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന മൂലം. സുമ്മ ഇദാ ദഅാകും ദഅവതൻ മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂൻ. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് അൻ തഖൂമസ് സമാഉ വൽ അർളു, ആകാശഭൂമികൾ നിലനിൽക്കുന്നു എന്നുള്ളത്. സുമ്മ, പിന്നീട്, ഇദാ ദഅാകും, അള്ളാഹു നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ. ഇദാ എന്ന് പറഞ്ഞാൽ ഈഫ് എന്നുള്ള അർത്ഥമാണ്, ക്ഷണിച്ചാൽ. ദഅവതൻ, ഒരു വിളി, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. ഇദാ അൻതും, ഇദാ അന്നേരം, അൻതും തഖ്റുജൂൻ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നു. ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ വിളിയാളം വരുന്ന അവസരത്തിൽ നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. 5 ആയാത്തുകളാണ്. ഓക്കെ, ഖുർആനിലെ സൂറത്തു റൂമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളിലെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിന്റെ വ്യാഖ്യാനം, ഇതിന്റെ വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. മആനിൽ ആയ, യദുല്ലു ഖൽഖുൽ ഇൻസാനി മിനത് തുറാബി, യദുല്ലു ഖൽഖുൽ ഇൻസാനി മിനത് തുറാബി, യദുല്ലു, ഈ അറിയിക്കുന്നു, ഖൽഖുൽ ഇൻസാനി, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, മിനത് തുറാബി, മണ്ണിൽ നിന്നാണ്. വന്തിശാറുൽ മുജ്തമഇ ഫിൽ അർളി, ഭൂമിയിൽ മനുഷ്യ സമുദായം പ്രസരിക്കുന്നു. ഇതെല്ലാം അലാ ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുദ്റത്തിൽപ്പെട്ടതാണ്, അപാരമായ കഴിവിൽപ്പെട്ടതാണ്. ഖൽഖുൽ ഇൻസാനി മിനത് തുറാബ്, ഇന്തിശാറുൽ മുജ്തമഇ ഫിൽ അർള്. വമിൻ ദലാഇലി ഖുദ്റത്തില്ലാഹി തആല ഖൽഖുൽ അസ്വാജി ലക്കും സകീനത്തൽ ഐശി വഇൽഖാഇൽ മഹബ്ബതി വറഹ്മതി ബൈനക്കും. വമിൻ ദലാഇലി ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ ദലീലുകളാണ്, തെളിവുകളിൽപ്പെട്ടതാണ്. ഖൽഖുൽ അസ്വാജ്, ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. ലക്കും, നിങ്ങൾക്ക്. സകീനത്തൽ ഐശ്, എന്തിനാണ് സകീനത്തൽ ഐശ്? ജീവിതത്തിന്റെ ശാന്തതയ്ക്ക് വേണ്ടി. വഇൽഖാഇൽ മഹബ്ബതി വറഹ്മതി ബൈനക്കും, നിങ്ങൾക്കിടയിൽ റഹ്മത്ത് എന്ന കാരുണ്യം, മഹബ്ബത്ത് എന്ന സ്നേഹവും അല്ലാഹു ഇട്ട് തന്നു എന്നുള്ളത്.
വഹാദാ ദലീലുൽ ലിഖൗമി യതഫക്കറൂൻ, ഇത് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതില്ലാഹി തആല ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വത്തനവ്വുഇൽ ലുഗാതി വൽ അൽവാനി ഫീക്കും, ഭാഷകളും അതുപോലെ നിറങ്ങളും വൈവിധ്യമായി എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഒരു ഉമ്മയിൽ നിന്നും ഒരു ഉപ്പയിൽ നിന്നും സൃഷ്ടിച്ച ലോകത്തെ വിവിധ മനുഷ്യർ വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത ഭാഷകളിലുമായി എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വഹാദ ദലീലുൽ ലിൽ ആലമീൻ, ഇത് ലോകർക്ക് തെളിവാണ്. വമിൻഹ, അതിൽപ്പെട്ടതാണ് നൗമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നു എന്നുള്ളത്. വതൊലബുക്കും റിസ്ഖ, നിങ്ങൾ റിസ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യമുള്ള സാധനങ്ങൾക്കാണ് റിസ്ക് എന്ന് പറയാം. ഭക്ഷണം എന്നും അതിനർത്ഥം പറയാറുണ്ട്. വതൊലബുക്കും, നിങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ള റിസ്ക, ഭക്ഷണം, മിൻ ഫദ്ലില്ലാഹി തആല, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്. ഓക്കെ, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ഭക്ഷണവും മറ്റ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, തൊഴിലെടുക്കുന്നു, അതിൽ നിന്ന് സമ്പാദിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. വഹാദ ഐലൻ ദലീലുൽ ലില്ലദീന യസ്മഊന കലാമല്ലാഹ്, വഹാദ, ഇത് ഐലൻ മേൽ പറഞ്ഞതുപോലെ തന്നെ ദലീലുൽ ലില്ലദീന, ദലീലുൻ ദലീൽ തെളിവാണ്, ലില്ലദീന യസ്മഊൻ കേൾക്കുന്ന ആളുകൾക്ക്, കലാമുല്ലാഹി തആല, കലാമുല്ലാഹി തആല അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തമാണ്. വമിൻഹ, അതിൽപ്പെട്ടതാണ് അന്നഹു യുദ്ഹിറു ലക്കുമുൽ ബർഖ, ബർക്ക് മിന്നലിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു എന്നുള്ളത്, മിന്നലിനെ കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഖൗഫൻ, ഭയപ്പെടുത്താൻ വേണ്ടി, നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി, അല്ലെ? മിന്നൽ വരുമ്പോൾ നമുക്ക് ഭയം വരുന്നു. വയുനസ്സിലു മിനസ് സമാഇ ഇൽ മതർ, ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നു, നഫ്അൻ, ഉപകാരമായി, ലക്കും നിങ്ങൾക്ക്. വയുഹീൽ അർളൽ ജദ്ബ, വരണ്ട ഭൂമിയെ ജീവിപ്പിക്കുന്നു, ബിൽ മതരി, മഴ കൊണ്ട്. വഹാദ ഐലൻ ദലീലുൽ ലിൽ ആഖിലീന അലൽ ബഅസ്, നമ്മൾ എന്തിനാ മനുഷ്യ, ബഅസ് എന്ന നിയോഗം എന്നാണ്, മനുഷ്യന്റെ നിയോഗത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ഒരു തെളിവാണ്. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ കണ്ടെത്തൽ അനിവാര്യമാണെന്നും നമ്മെ അറിയിക്കുന്നു. അമിൻ ആയാത്തിഹി ഐലൻ ഖിയാമുസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മുഅ്തദിലൻ, ശാന്തമായി, ഹസബ അംരിഹി തആല ഇറാദതിഹി, അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരവും ഈ ആകാശഭൂമികൾ നിലനിൽക്കുന്നു എന്നുള്ളത് അവന്റെ ദൃഷ്ടാന്തമാണ്. വൈദാ ഖാന മൗഇദു ഖുറൂജിക്കും, നിങ്ങൾ വൈദാ ഹാന, അടുത്തു കഴിഞ്ഞാൽ, മൗഇദു ഖുറൂജിക്കും, നിങ്ങൾ പുറത്തു പോകേണ്ട ടൈം, മൗഇദ് എന്ന് പറഞ്ഞാൽ ടൈമിനാണ് പറയാം, ടൈം. ഓക്കെ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറപ്പെടേണ്ട ടൈം ആയി കഴിഞ്ഞാൽ ഫഅൻതും തഖ്റുജൂന അയ്ളൻ ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണം. ഈ ആയത്തുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാവുന്നതാണിത്. ഓക്കെ, ഇനി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒന്നാമത് ഇതിൽ ക്വസ്റ്റ്യൻ, മിമ്മ ഖലഖന അല്ലാഹു തആല, അള്ളാഹു എന്തിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഖലഖന അല്ലാഹു തആല മിൻ തുറാബിൻ, നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ്. തുറാബ്, മണ്ണാണ്. മാ അസ്സാസുൽ ഹയാത്തി സൗജിയ, സൗജിയ, ഓക്കെ, വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? അസ്സാസുൽ ഹയാത്തി സൗജിയ അസ്സകീനതു ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ ശാന്തത എന്നുള്ളതാണ് ഈ അസ്സാസുൽ ഹയാത്ത്, ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് സക്കീനത്താണ്. വ ഇൻഷാഉൽ മവദ്ദത്തി വറഹ്മത്തി ബൈനഹുമ, വ ഇൻഷാഉൽ മവദ്ദത്തി വറഹ്മത്തി ബൈനഹുമ, ജനങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അസ്സാസുൽ ഹയാത്തി സൗജിയ അസ്സകീനതു ഫിൽ ഹയാത്തി വ ഇൻഷാഉൽ മവദ്ദത്തി വറഹ്മത്തി ബൈനഹുമ. മാ ഗർളു ഖൽഖിൽ അസ്വാജ്, മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ഗർള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർള് ലക്ഷ്യമാണ്.
ഗർളു ഖൽഖിൽ അസ്വാജി ഇൻഷാഉൽ മവദ്ദതി വറഹ്മതി ബൈനഹുമ. ഗർളു ഖൽഖിൽ അസ്വാജി, ഇണകളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അൽ മവദ്ദത്തു വറഹ്മത്തു ബൈനഹുമ, അവർക്കിടയിൽ സ്നേഹവും റഹ്മത്ത് കാരുണ്യവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൈഫ യുഹി, യുഹി എന്നാണ്, കൈഫ യുഹി ഇല്ലാഹുൽ അർള ബഅദ മൗതിഹ. ഈ പ്രപഞ്ചത്തെ മൗത്ത് എന്ന് പറഞ്ഞ മരിച്ചതിന് ശേഷം എന്നാണ്. ഭൂമി മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭൂമി വരണ്ടതിന് ശേഷം, ഭൂമിയിൽ ഒരു പച്ചപ്പുമില്ലാത്ത അത്രയും വരണ്ട അവസ്ഥയിൽ മൗത്ത്, ആ വരണ്ട അവസ്ഥയാണ് മൗത്ത് എന്ന് പറയുന്നത്. കൈഫ യുഹി ഇല്ലാഹു, അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് അല്ലാർന്ന ഭൂമി ബഅദ മൗതിഹ, അത് നശിച്ചതിന് ശേഷം. യുഹി, യുഹി എന്നാണ്. യുഹി ഇല്ലാഹുൽ അർള ബഅദ മൗതിഹ ബിൽ അംതാർ, മഴകൾ കൊണ്ടാണ് അതിനെ ജീവിപ്പിക്കുന്നത്. മഴ പെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ എന്തുണ്ടാകുന്നു? സസ്യലതാദികൾ വളരുന്നു. മാഹിയ ആയാത്തുല്ലാഹി ബഅദൽ മദ്കൂറത്തി ഫിന്നസ്സി, മാഹിയ ആയാത്തുല്ലാഹിൽ മദ്കൂറ ഫിന്നസ്, ബഅദല്ല, മാഹിയ ആയാത്തുല്ലാഹിൽ മദ്കൂറ ഫിന്നസ്, ഈ കണ്ടന്റിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏതൊക്കെയാണ്? ഖൽഖുല്ലാഹിൽ ഇൻസാന മിൻ തുറാബ്, അള്ളാഹു മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഖൽഖുല്ലാഹിൽ അസ്വാജ, അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. വഖ്തിലാഫിൽ അൽസിനത്തി, വൽ അൽവാൻ എന്നും കൂടി കൊടുക്കും. അൽവാൻ, അൽവാൻ എന്ന് പറഞ്ഞത് നിറങ്ങളും സൃഷ്ടിച്ചു അള്ളാഹു, വ്യത്യസ്തമായ വർണ്ണങ്ങൾ. വഖ്തിലാഫിൽ അൽസിനത്തി വൽ അൽവാനി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ഭാഷയും വ്യത്യസ്തമായ നിറങ്ങളെയും സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അന്നൗമു ഫിൽ ലൈൽ, രാത്രി ഉറങ്ങുന്നു എന്നുള്ളത്. അസ്സഅയു ഫിൽ നഹാർ, പകലിൽ അധ്വാനിക്കുന്നു. പകലിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം തേടി പോകുന്നു, അതിനാണ് സഈ, അധ്വാനിക്കലെ. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പൊ പകലിൽ സഈ ചെയ്യുകയും രാത്രി ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നെക്സ്റ്റ്, ഇൽഹാറുൽ ബർഖി ഫിസ് സമാഇ ഖൗഫൻ വ തമഅൻ. ഇൽഹാറുൽ ബർഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് അർത്ഥം. ഫിസ് സമാഇ, ആകാശത്തിലെ മിന്നൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഖൗഫൻ, ഭയപ്പെടുത്താനും, വ തമഅൻ, നമ്മളെ ആഗ്രഹിപ്പിക്കാനും. ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മിന്നൽ നമ്മളെ ഭയപ്പെടുത്തുന്നു. വ തമഅൻ, ആഗ്രഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫിൽ മതരി, മഴയിൽ നമ്മളെ ആഗ്രഹിപ്പിച്ചുകൊണ്ട് ഇടിമിന്നൽ വരുന്നു. നെക്സ്റ്റ് ഒരു ദൃഷ്ടാന്തമാണ് ഇഖാമത്തു സമാഇ വൽ അർളി ബി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആകാശഭൂമികൾ നിലനിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. പ്രധാനപ്പെട്ട ഈ ആയത്തുകളിൽ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.